ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ അന്തരിച്ചു. മന്ത്രിയായും മാധ്യമപ്രവർത്തകനായും അഭിഭാഷകനായും കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിറഞ്ഞുനിന്ന നീതിബോധത്തിന്റെ സൂര്യൻ VR കൃഷ്ണയ്യർക്ക് ആദരാഞ്ജലികൾ. പ്രധാന വാർത്തകളിലേക്ക്. സർവകലാശാലയുടെ ഭരണം പിടിച്ചെടുക്കാൻ ലീഗ് അടക്കമുള്ള പാർട്ടികൾ ശ്രമിക്കുന്നുവെന്ന് SFI സംസ്ഥാന സെക്രട്ടറി TP ബിനേഷ്. സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് SFI DDE ഓഫീസ് മാർച്ച്. ദേശീയ ആദിവാസി കലാ കരകൗശല മേളയ്ക്ക് കിർത്താഡ്സിൽ തുടക്കം. പ്രദർശനവും മേളയും 5 ദിവസം നീണ്ടുനിൽക്കും. ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും പ്രോത്സാഹനവും നൽകുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല. വാർത്തകൾ വിശദമായി. രാഷ്ട്രീയ പ്രേരിതമായി സർവകലാശാലയുടെ ഭരണം പിടിച്ചെടുക്കാൻ ലീഗ് അടക്കമുള്ള പാർട്ടികൾ ശ്രമിക്കുന്നുവെന്ന് SFI സംസ്ഥാന സെക്രട്ടറി TP ബിനേഷ്. കാലിക്കറ്റ് സർവകലാശാല സമരത്തിൽ സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് DDE ഓഫീസിലേക്ക് SFI നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലിക്കറ്റ് സർവകലാശാലയുടെ സമരത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് SFI ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കോഴിക്കോട് DD ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. DC ഓഫീസ് പരിസരത്ത് നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ DD ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. SFI പ്രവർത്തകർ ബാരിക്കേഡ് തകർത്ത് തള്ളിക്കയറാൻ ശ്രമിച്ചത് പോലീസും പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷത്തിനിടയാക്കി. SFI സംസ്ഥാന സെക്രട്ടറി TP ബിനീഷ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. അക്കാദമിക് വിരുദ്ധവും ജനാധിപത്യ വിദ്യാർത്ഥി വിരുദ്ധവുമായ നിലപാടുകളുമായാണ് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഭരണം നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ പ്രേരിതമായി സർവകലാശാലയുടെ ഭരണം പിടിച്ചെടുക്കാനാണ് ലീഗ് അടക്കമുള്ള പാർട്ടികൾ ശ്രമിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലെ ഉന്നതമായിട്ടുള്ള സർവകലാശാലകൾ, ആ സർവകലാശാലകളെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ്, സർവകലാശാലകളെ സാമുദായികവൽക്കരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളും ജാതിയും മതവും നോക്കി കേരളത്തിലെ സർവകലാശാലകളുടെ തലപ്പത്ത് അതിന്റെ ഉന്നതമായ പദവികളിൽ കേരളത്തിലെ ഇത്തരത്തിൽ ആളുകളെ തീരുമാനിക്കാനുള്ള നീക്കം കേരളത്തിലെ സർക്കാർ നടത്തുന്നു. കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിക്ക് കേരളത്തിന്റെ നിയമസഭയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് പറയേണ്ടി വന്നില്ലേ, ഇവിടെ കേരളത്തിലെ സർവകലാശാലകൾ 3 സർവകലാശാല വൈസ് ചാൻസലർമാർക്ക് വേണ്ടത്ര യോഗ്യതയില്ല എന്നതിനെ സംബന്ധിച്ച് SFI ജില്ലാ സെക്രട്ടറി MK നികേഷ്, KM നീനു, K അശ്വന്ത് എന്നിവർ നേതൃത്വം നൽകി. ദേശീയ കലാ കരകൗശല മേളയ്ക്ക് തുടക്കമായി. കോഴിക്കോട് കിർത്താഡ്സും ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ മാനവ സംഘാലയവും സംയുക്തമായാണ് മേള സംഘടിപ്പിക്കുന്നത്. 5 ദിവസം നീളുന്ന ഈ കലാമേള 8-ന് അവസാനിക്കും. ജില്ലാ കളക്ടർ CA ലത മേള ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കിർത്താഡ്സും ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ മാനവ സംഘാലയവും സംയുക്തമായി ദേശീയ കലാ കരകൌശല മേള സംഘടിപ്പിക്കുന്നു. ഡിസംബർ 4 മുതൽ 8 വരെ ചേവായൂർ കിർത്താഡ്സിലാണ് മേള നടക്കുന്നത്. കരകൌശല മേള ജില്ലാ കളക്ടർ CA ലത ഉദ്ഘാടനം ചെയ്തു. ആധുനിക സമൂഹത്തിലെ പ്രചാരം ലഭിച്ച പല കലാരൂപങ്ങളുടെയും ഉറവിടം അന്വേഷിച്ചാൽ നാം എത്തിച്ചേരുന്നത് ആദിവാസി കലാരൂപങ്ങളിലാണെന്നും അതുകൊണ്ട് തന്നെ ഈ കലാരൂപങ്ങൾക്ക് അനേകം പ്രോത്സാഹനം നൽകേണ്ടതുണ്ടെന്നും CA ലത പറഞ്ഞു. We should recognize them. We should recognize their art. We should recognize their crafts. ഡിസംബർ 6-ന് ആരംഭിക്കുന്ന ദേശീയ കലാമേള MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയിലെ ആദിവാസി കലാകാരന്മാരുടെ കരകൌശല വസ്തുക്കളും നൃത്ത കലാരൂപങ്ങളും 5 ദിവസങ്ങളിലായി നടത്തുന്ന മേളയിൽ പ്രദർശിപ്പിക്കും. 4, 5 തീയതികളിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ കരകൌശല പ്രദർശനവും 6, 7, 8 തീയതികളിൽ വൈകിട്ട് 6:30 മുതൽ ഗോത്രവർഗ നൃത്തങ്ങളും അവതരിപ്പിക്കും. ഡോക്ടർ S ബിന്ദു ഉദ്ഘാടന ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. മിനി PV, അനിത കൃഷ്ണനുണ്ണി, രാകേഷ് ഗൌതം, K കൃഷ്ണൻ, VS സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു.
ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും പ്രോത്സാഹനവും ലഭ്യമാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല. ദേശീയ ബുദ്ധിമാന്ദ്യ ദിനാചരണവും റഹ്മാനിയ സ്കൂളിന്റെ 23ാം വാർഷികാഘോഷവും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അവർ. ദേശീയ ബുദ്ധിമാന്ദ്യ ദിനാചരണവും 23ാം വാർഷികാഘോഷവും കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്നു. റോട്ടറി കാലിക്കറ്റ് സെൻട്രൽ, കാലിക്കറ്റ് റൌണ്ട് ടേബിൾ 69, ഇന്നർ വീൽ ക്ലബ് ഓഫ് കാലിക്കറ്റ് മിഡ് ടൗൺ, AWH കോഴിക്കോട്, ലയൺസ് ക്ലബ് ഓഫ് കോഴിക്കോട്, റഹ്മാനിയ സ്കൂൾ ഫോർ മെന്റലി ഹാൻഡിക്യാപ്ഡ്, പാരന്റ്സ് അസോസിയേഷൻ ഫോർ ഇന്റലക്ച്വലി ഡിസേബിൾഡ് കേരള, AWH ഇൻസ്റ്റിറ്റ്യൂട്ട് ചെറുവണ്ണൂർ, RSMH TTI വെള്ളിപ്പറമ്പ് എന്നിവരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല ഉദ്ഘാടനം ചെയ്തു. എനിക്കിതിൽ രക്ഷിതാക്കളോട് പറയാനുള്ളത്, ഇന്നത്തെ ദിവസം നമ്മുടെ മക്കൾക്ക് ഏത് കഴിവിലാണ്, ഏതാണ് അവർക്കുള്ള കഴിവ് എന്ന് കണ്ടെത്തുവാൻ ആദ്യം കഴിയുന്നത് രക്ഷിതാക്കൾക്ക് തന്നെയാണ്. ആ കഴിവ് കണ്ടെത്തിക്കൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി ഏത് രീതിയിലാണെങ്കിലും അവരോടൊപ്പം നമുക്ക് പോകാം എന്നുള്ളതാണ്. ജില്ലാ പഞ്ചായത്തിന് ഞങ്ങൾക്കൊരു പ്രോജക്റ്റ് ഉണ്ട്, സ്പന്ദനം. നമ്മുടെ ആയുർവേദ ആശുപത്രിയിൽ ഇതേപോലെയുള്ള കുട്ടികളുടെ, വൈകല്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റായിരുന്നു. മാനസിക വൈകല്യം സംഭവിച്ച വ്യക്തികൾക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസപരവും തൊഴിൽപരവുമായ അവകാശങ്ങളെ സംബന്ധിച്ച് സജീവ പൊതുചർച്ചയ്ക്ക് സാഹചര്യം ഒരുക്കുക, ഒപ്പം അവരുടെ സാമൂഹ്യ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പരിപാടികൾ തയ്യാറാക്കിയത്. കോഴിക്കോട് AEO PV മിനി ചടങ്ങിന് അധ്യക്ഷം വഹിച്ചു. TK സുരേന്ദ്രൻ, TK അഹമ്മദ് കോയ, T അബ്ദുൽ ഷുക്കൂർ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ എക്സിബിഷൻ, ക്വിസ് മത്സരം, ചിത്രരചനാ മത്സരം, കയ്യെഴുത്തു മത്സരം, തത്സമയ പ്രവൃത്തി പരിചയം, അധ്യാപകർക്ക് പ്രബന്ധ മത്സരം, രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും സെമിനാർ, കലാപരിപാടികൾ എന്നിവ നടന്നു. 1 റാങ്ക് 1 പെൻഷൻ ഉടൻ നടപ്പിലാക്കുക എന്ന ആവശ്യമുന്നയിച്ച് കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. UDF കൺവീനർ A ശങ്കരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. 1 റാങ്ക് 1 പെൻഷൻ ഉടൻ നടപ്പിലാക്കുക എന്ന ആവശ്യമുന്നയിച്ച് കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. UDF കൺവീനർ അഡ്വക്കേറ്റ് A ശങ്കരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. KSELS പ്രസിഡന്റ് കേണൽ NRR വർമ്മരാജ അധ്യക്ഷത വഹിച്ചു. ക്യാപ്റ്റൻ CP വാസുദേവൻ നായർ, ലഫ്റ്റനന്റ് കേണൽ PN ഐലത്ത്, ലഫ്റ്റനന്റ് കേണൽ P കുറുപ്പ്, ബാലകൃഷ്ണൻ പൊറോലി തുടങ്ങിയവർ സംസാരിച്ചു. 3 ദശാബ്ദങ്ങൾക്ക് മുൻപ് ഉന്നയിച്ചു തുടങ്ങിയ ഈ ആവശ്യം നടപ്പിലാക്കുന്നതിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ അലംഭാവം കാണിക്കുകയാണ്. 1 റാങ്ക് 1 പെൻഷൻ നടപ്പിലാക്കുമെന്ന് ആദ്യമായി പാർലമെന്റിൽ പ്രഖ്യാപിച്ചത് 1989 അധികാരത്തിൽ വന്ന VP സിംഗ് സർക്കാരാണ്. മാറിവരുന്ന ശമ്പള പരിഷ്കരണ കമ്മീഷനിൽ മാറ്റങ്ങൾ ഉണ്ടായെങ്കിലും ഈ ആവശ്യം ഇന്നും ഒരു മരീചികയായി തുടരുകയാണ്. 2014 UPA സർക്കാരിന്റെ ബജറ്റിൽ ഈ ആവശ്യം നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിക്കുകയും 500 കോടി രൂപ ആയതിലേക്കായി വകയിരുത്തുകയും ചെയ്തു. തുടർന്നു വന്ന BJP സർക്കാരും 1000 കോടി രൂപ ഈ ഇനത്തിലേക്ക് വകയിരുത്തി. എങ്കിലും വീണ്ടും വഞ്ചിക്കപ്പെടുമോ എന്ന സന്ദേഹം വിമുക്ത ഭടന്മാരിൽ നിലനിൽക്കുന്നു. കഴിഞ്ഞ ഒക്ടോബർ 25, 26 തീയതികളിൽ മലപ്പുറത്ത് വെച്ച് നടന്ന കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി, ഗവേണിംഗ് കൌൺസിൽ യോഗങ്ങളിൽ 1 റാങ്ക് 1 പെൻഷൻ വേണ്ടിയുള്ള അന്തിമ പോരാട്ടത്തിന് ആഹ്വാനം ചെയ്തിരുന്നു. ഇതിന്റെ തുടക്കമായാണ് ജില്ലാ കളക്ടറേറ്റിലേക്കുള്ള മാർച്ച്. പലിശരഹിത വായ്പയുടെ പേരിൽ കബളിപ്പിക്കപ്പെട്ട ഇടപാടുകാർ ആശങ്കയിൽ. ഫറോക്ക് ഹോസ്പിറ്റൽ കോംപ്ലക്സിൽ പ്രവർത്തിച്ചിരുന്ന ലൈഫ് ലൈൻ ബാങ്കേഴ്സ് ഓഫ് മലബാർ എന്ന സ്ഥാപനമാണ് മാസങ്ങളായി അടച്ചിട്ട് ഉടമകൾ മുങ്ങിയത്. ഇതാണ് നിക്ഷേപകരെ ആശങ്കയിലാഴ്ത്തുന്നത്. ഫറോക്ക് ടൗണിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ കോംപ്ലക്സിലെ ലൈഫ് ലൈൻ ബാങ്കേഴ്സ് ഓഫ് മലബാർ എന്ന സ്ഥാപനമാണ് ഇടപാടുകാരെ കബളിപ്പിച്ച് മാസങ്ങളായി അടച്ചിട്ടിരിക്കുന്നത്. സ്ഥാപനത്തിന്റെ ഉടമകൾ ഒളിവിലാണ്. 100ഓളം നിക്ഷേപകരാണ് കഴിഞ്ഞ ദിവസം സ്ഥാപനത്തിന് മുൻപിൽ ആശങ്ക പ്രകടിപ്പിച്ചെത്തിയത്. ഇക്കഴിഞ്ഞ 30-ന് സ്ഥാപനത്തിലെ ഇടപാടുകാരനായ കള്ളിത്തൊടി കുറുമണ്ണിൽ മുസ്തഫ വാടക വീട്ടിൽ തൂങ്ങി മരിച്ചിരുന്നു. മുസ്തഫ നിക്ഷേപിച്ച 30 ലക്ഷം രൂപ തിരിച്ചു കിട്ടാതിരുന്നതാണ് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന ആരോപണവുമുണ്ട്. ഈ സംഭവമാണ് മറ്റ് ഇടപാടുകാരെ ആശങ്കയിലാഴ്ത്തിയത്. ദി ഫസ്റ്റ് ടൈം ഓഫ് ഇസ്ലാമിക് ബാങ്കിംഗ് സിസ്റ്റം എന്ന് എഴുതിവെച്ചാണ് സ്ഥാപന ഉടമകളായ കൊണ്ടോട്ടി തുറക്കൽ സ്വദേശികളും സഹോദരന്മാരുമായ മുഹമ്മദ് ജലാലുദ്ദീനും ജമാലും നാട്ടുകാരെ കബളിപ്പിച്ചത്. വർഷങ്ങളായി ഫറോക്കിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ജനവിശ്വാസം നേടുകയും ആളുകളിലൂടെ വൻ പ്രചരണം നേടുകയും ചെയ്തിരുന്നു. പ്രചരണത്തിലൂടെ വിശ്വാസം നേടിയ ഇവർ ജനങ്ങളിൽ വിദഗ്ധമായി തട്ടിപ്പ് നടത്തുകയായിരുന്നുവെന്നും ആരോപണമുണ്ട്. ഇതുവരെ ഇവർക്കെതിരെ ആരും പോലീസ് പരാതി നൽകാതിരുന്നതും തട്ടിപ്പിന് തുണയായി. തട്ടിപ്പിനിരയായവരിൽ കൂടുതലും സ്ത്രീകളായിരുന്നു. നിരവധി പേരിൽ നിന്നും കോടിക്കണക്കിന് രൂപയും സ്വർണ്ണാഭരണങ്ങളും കോടികൾ വിലമതിക്കുന്ന സ്വത്തുവകകളും കൈക്കലാക്കിയതായും പരാതിയുണ്ട്. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ. നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ഒരു മംഗല്യമുണ്ട്. ആ മംഗല്യത്തിൽ ഒരു പട്ടുണ്ട്. ആ പട്ടിന്
ഇനി 10 പ്രത്യേകതകളുണ്ട്. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സൗഗന്ധിക പെർഫെക്റ്റ് ടൺ. ഷെയ്ഡ്, ടെക്സ്ചർ, ബ്ലെൻഡ് തുടങ്ങി നെയ്ത്തിലെ 10 പൊരുത്തങ്ങൾ ഒരുമിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ബ്രൈഡൽ സാരി. പെർഫെക്റ്റ് ടൺ ഫ്രം കല്യാൺ സിൽക്സ്. മംഗല്യപ്പട്ടിന് ഇനി 10ൽ 10 പൊരുത്തം. അടുത്ത വർഷം ഞങ്ങളുടെ വിവാഹമാണ്. ഇവൾക്ക് സ്തനാർബുദമാണ്. എന്നാൽ ഞങ്ങളുടെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല. ഇവളുടെ ക്യാൻസർ പൂർണ്ണമായും മാറും. ക്യാൻസർ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ ഒരു മാറാരോഗമായി കണക്കാക്കാൻ കഴിയില്ല. കൃത്യസമയത്തുള്ള ശരിയായ ചികിത്സയിലൂടെ ഈ രോഗം ഭേദമാക്കാവുന്നതാണ്. ക്യാൻസറിനെ മറികടക്കാൻ ഒരു രോഗിക്ക് ആദ്യം വേണ്ടത് ഇവരെ പോലെ മനക്കരുത്തും ആത്മവിശ്വാസവുമാണ്. വാർത്തകൾ തുടരുന്നു. പൂക്കാട് കലാലയത്തിൽ മാണിക്യവർഷ സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നു. ഡിസംബർ 6, 7 തീയതികളിലാണ് പരിപാടികൾ. പ്രശസ്ത നിരൂപകൻ KP ശങ്കരൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന പരിപാടികളിൽ സാഹിത്യ നായകർ സംബന്ധിക്കും. കലാസബരിയുടെ 40 വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ് പൂക്കാട് കലാലയം. പൂക്കാട് കലാലയം മാണിക്യ വർഷാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കുന്ന സാഹിത്യോത്സവം ഡിസംബർ 6, 7 തീയതികളിൽ നടക്കും. പൂക്കാട് കലാലയം ആരബി ഓഡിറ്റോറിയത്തിൽ തയ്യാറാക്കിയ UR അനന്തമൂർത്തി നഗറിലാണ് പരിപാടികൾ. പ്രശസ്ത നിരൂപകൻ KP ശങ്കരൻ നമ്മുടെ ഭാഷ എന്ന പ്രബന്ധം അവതരിപ്പിച്ച് സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യും. ഡിസംബർ 7 രാവിലെ 10 മണിക്ക് ക്ലാസിക് കൃതി പരിചയം നടത്തും. ഡോക്ടർ KP മോഹനൻ ആമുഖ പ്രഭാഷണം നടത്തും. വൈകിട്ട് 4:30 നടക്കുന്ന സമാപന സമ്മേളനം മലയാളം സർവകലാശാല വൈസ് ചാൻസലർ K ജയകുമാർ IAS ഉദ്ഘാടനം ചെയ്യുമെന്നും പൂക്കാട് കലാലയം സാരഥികൾ പറഞ്ഞു. മാണിക്യ വർഷാഘോഷത്തിന്റെ ഭാഗമായി അഖില കേരള കഥാകവിത രചനാ മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. കലാലയം കഥാപുരസ്കാരത്തിനായി ഷാബിദ KM പുതുപ്പാടിയും കലാലയം കവിതാ പുരസ്കാരത്തിന് ജിപ്സ പുതുപ്പണവും അർഹരായി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. സംഘാടക സമിതി ചെയർപേഴ്സൺ കൂടിയായ മേയർ AK പ്രേമജം പ്രകാശന കർമ്മം നിർവഹിച്ചു. ഡെപ്യൂട്ടി മേയർ PT അബ്ദുൽ ലത്തീഫ് ഏറ്റുവാങ്ങി. കണ്ണൂരിലെ ആർട്ടിസ്റ്റ് ശശികല ശശിയാണ് ലോഗോ രൂപകൽപ്പന ചെയ്തത്. 55ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. കണ്ണൂർ സ്വദേശി ആർട്ടിസ്റ്റ് ശശികലയാണ് ലോഗോ തയ്യാറാക്കിയത്. ആർട്ടിസ്റ്റ് മദനൻ ദേശീയ അധ്യാപക അവാർഡ് ജേതാവും ചിത്രകലാ അധ്യാപകരുമായ RK പട്ടുശ്ശേരി, ചിത്രകലാ അധ്യാപകനായ K മാധവൻ എന്നിവരുൾപ്പെട്ട സമിതിയാണ് ലോഗോ തെരഞ്ഞെടുത്തത്. 110 പേരാണ് ലോഗോ അയച്ചത്. ആർട്ടിസ്റ്റായ ശശി എന്ന ശശികല നിരവധി കലാ കായിക ശാസ്ത്രമേളകൾക്ക് ലോഗോ തയ്യാറാക്കിയിട്ടുണ്ട്. തിരൂരിൽ നടന്ന സംസ്ഥാന ശാസ്ത്രോത്സവത്തിന്റെ ലോഗോ, സംസ്ഥാന കേരളോത്സവം, തുടർ വിദ്യാഭ്യാസ കലോത്സവം, സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം എന്നിവയ്ക്കും ലോഗോ തയ്യാറാക്കിയിട്ടുണ്ട്. കോഴിക്കോട് നടന്ന 50ാമത് സ്കൂൾ കലോത്സവത്തിലും ശശികലയുടെ ലോഗോയാണ് തെരഞ്ഞെടുത്തിരുന്നത്. കലോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസായ BM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ സംഘാടക സമിതി ചെയർപേഴ്സൺ കൂടിയായ മേയർ AK പ്രേമജം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ PT അബ്ദുൽ ലത്തീഫിന് നൽകി ലോഗോ പ്രകാശനം ചെയ്തു. DPA ഇൻചാർജ് L രാജൻ അധ്യക്ഷം വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP ഷീബ, MT പത്മ, P ഉഷാദേവി, ITI സ്കൂൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ NO നൌഫൽ, PK രാജൻ, ബാബു, കമാൽ വരദൂർ, DO ഡോക്ടർ ഗിരീഷ് ചോലയിൽ, VHSC അസിസ്റ്റന്റ് ഡയറക്ടർ P കുഞ്ഞമ്മദ് എന്നിവർ സംസാരിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ഡിസംബർ 5 നടക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് നഗരത്തിൽ സായാഹ്ന ധർണ നടന്നു. LIC EU, BSNL EO, BEFI എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി നടന്നത്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ വെള്ളിയാഴ്ച നടക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് LIC EU, BEFI, BSNL EU സംയുക്ത ആഭിമുഖ്യത്തിൽ സായാഹ്ന ധർണ നടത്തി. LIC ഡിവിഷൻ ഓഫീസിന് മുൻപിൽ നടന്ന ധർണ BEFI അഖിലേന്ത്യാ പ്രസിഡന്റ് AK രമേശ് ഉദ്ഘാടനം ചെയ്തു. BSNL EU ജില്ലാ സെക്രട്ടറി EV ജയരാജൻ അധ്യക്ഷനായിരുന്നു.
വിലക്കയറ്റം തടയുക, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിൽക്കാനുള്ള നയം തിരുത്തുക, സാർവത്രിക ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക, തൊഴിലാളി വിരുദ്ധ തൊഴിൽ നിയമ ഭേദഗതികൾ പിൻവലിക്കുക, ഇൻഷുറൻസ്, റെയിൽവേ, പ്രതിരോധ മേഖലകളിലെ വിദേശ നിക്ഷേപ പരിധി വർദ്ധിപ്പിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു ധർണ. LIC-EA വൈസ് പ്രസിഡന്റ് M. കുഞ്ഞികൃഷ്ണൻ, LIC-EU ജനറൽ സെക്രട്ടറി PP കൃഷ്ണൻ, ബെഫി ജില്ലാ സെക്രട്ടറി ദേവദാസ് എന്നിവർ സംസാരിച്ചു. കാലിക്കറ്റ് ബാർ അസോസിയേഷൻ അഭിഭാഷക ദിനാചരണം വിവിധ സേവന പരിപാടികളോടെ നടത്തി. അഭിഭാഷക വൃത്തിയിൽ 50 വർഷം പൂർത്തിയാക്കിയ 19 പേരെ ചടങ്ങിൽ ആദരിച്ചു. അഭിഭാഷക ദിനാചരണം ജില്ലാ ജഡ്ജി V. ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. അഭിഭാഷക ദിനത്തിന്റെ ഭാഗമായി കാലിക്കറ്റ് ബാർ അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ മുതിർന്ന അഭിഭാഷകരെ ആദരിച്ചു. ജില്ലാ ജഡ്ജി V. ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. അഭിഭാഷക വൃത്തിയിൽ 50 വർഷം പൂർത്തിയാക്കിയ PK കരുണാകര പിഷാരടി, PC രാമചന്ദ്ര മേനോൻ, TP അരവിന്ദാക്ഷൻ, EK ഗോപിനാഥ്, KP ദാമോദരൻ നമ്പ്യാർ, VM ലീലാവതി, VS നാരായണൻ, CJ റോബിൻ, KV നാരായണ മേനോൻ, B. ബാലഗോപാലൻ നായർ, MC ജോർജ്, TP ശ്രീനാരായണൻ ഉണ്ണി, N. ഭാസ്കരൻ നായർ, SV ഉസ്മാൻ കയ, PK അഹമ്മദ് മൂസ എന്നിവരെയാണ് ആദരിച്ചത്. ബാർ അസോസിയേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP അശോക് കുമാർ അധ്യക്ഷം വഹിച്ചു. സെക്രട്ടറി അഡ്വക്കേറ്റ് ടെൻസൻ തോമസ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ഷിജോ ജോസഫ് നന്ദിയും പറഞ്ഞു. അസുഖമായി കിടക്കുന്ന അഭിഭാഷക നന്ദിനി മേനോന് 1 ലക്ഷം രൂപ അസോസിയേഷൻ നൽകി. മെഡിക്കൽ കോളേജ് ഫിസിക്കൽ മെഡിക്കൽ റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് ബാർ അസോസിയേഷൻ 20 സ്ക്രച്ചറുകൾ സംഭാവന ചെയ്തു. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ശ്രീജയൻ ഏറ്റുവാങ്ങി. ജില്ലാ ജഡ്ജി V. ഭാസ്കരൻ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ C. രവീന്ദ്രൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. സദാചാര ഗുണ്ടായിസത്തിനെതിരെ കോഴിക്കോട് ചന്തപ്പാട്ട് സായാഹ്നം സംഘടിപ്പിച്ചു. നാടൻകൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ബാലകൃഷ്ണൻ കണ്ണഞ്ചേരിയുടെ അധ്യക്ഷതയിൽ കിഡ്സൺ കോർണറിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചന്തയുടെ സംസ്കാരം മൂല്യനിഷേധത്തിന്റേതാണെന്നും മൂല്യം തകർന്ന സമൂഹത്തിന് ഒരു രാഷ്ട്രത്തെ നിലനിർത്താനാവില്ല എന്ന സന്ദേശവുമായി ചന്തപ്പാട്ട് സായാഹ്നം നടന്നു. നാടൻകൂട്ടം എന്ന സംഘടനയാണ് പരിപാടി സംഘടിപ്പിച്ചത്. സദാചാര ഗുണ്ടായിസം ആദ്യം നടത്തുന്നത് അച്ഛനും അമ്മയുമാണെന്ന സന്ദേശവും ചന്തപ്പാട്ട് നൽകുന്നു. തെറ്റായ രീതിയിൽ ആര് പ്രവർത്തിച്ചാലും പ്രതികരിക്കാം, പക്ഷെ ആക്രമിക്കാൻ പാടില്ല എന്നതും ഇവർ വ്യക്തമാക്കുന്നു. നാടൻകൂട്ടം അധ്യക്ഷൻ N. ബാലകൃഷ്ണ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ദുരാചാരം വാഴുക വാഴുക, കലിയുഗ സന്ധ്യാസായാഹ്നത്തിൽ എന്തും പറയാം എന്തും പാടാം, എന്തും പാടാം. കോളേജിൽ പോയി ചുംബിക്കാൻ കലാലയത്തിൽ കെട്ടിപ്പുണരാൻ അച്ഛനും അമ്മയും ചെലവ് തരേണം, തന്നേ തീരൂ പോക്കറ്റ് മണി, ഇതാണ് കലിയുഗ ആചാരം, സദാചാരം ഫൂ ഫൂ പുല്ലേ. P. വാസു, ശശികുമാർ, S. ശ്രീരാജ്, പ്രമോദ് മണ്ണടത്ത്, CPG ഉണ്ണി, നാരായൺകുമാർ, ഷാജി അരുൺ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ചുംബന സമരത്തിന് എതിരായിട്ടാണ് ഇത്തരം പരിപാടി സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ പറഞ്ഞു. വാർത്തകൾ മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. പ്രപഞ്ചം നാരായണ ട്രാവൽസ് ചുരുങ്ങിയ ചിലവിൽ ശബരിമല യാത്ര ഓൺലൈൻ ദർശനത്തോടുകൂടി തുലാം 29, 2014 നവംബർ 19 മുതൽ 2015 ജനുവരി 16 പടിപൂജ വരെ പ്രസാദ, താമസ, ഭക്ഷണ സൗകര്യങ്ങളോടുകൂടി യാത്ര പുറപ്പെടുന്നു. ശ്രീ ശബരിമലമേലുദിക്കുന്ന നിർധനരായ 201 സ്വാമിമാർക്ക് സൗജന്യ യാത്ര. വിശദവിവരങ്ങൾക്കും ബുക്കിംഗിനും ഓഫീസുമായോ അടുത്തുള്ള ഏജൻസിയുമായോ ബന്ധപ്പെടുക. ഫോൺ 0495-270-3872. സന്തോഷം തിളങ്ങുന്നൊരാഘോഷം, നിമിഷങ്ങളെല്ലാം ഉത്സവം, വാഴ്വെന്നും അഴകാം ഉത്സവം. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് BRC പരിധിയിലെ ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി കൈവല്യം 2014 എന്ന പേരിൽ സർഗോത്സവം സംഘടിപ്പിച്ചു. വിഷ്ണുപ്രിയ വള്ളിക്കുന്ന് ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റീന മുണ്ടങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു.
ഡിസംബർ 3 ഇന്റർനാഷണൽ ഡേ ഓഫ് ഡിസബിലിറ്റിയായി ലോകമെങ്ങും ആചരിക്കുന്നതിന്റെ ഭാഗമായി BRC കോഴിക്കോടിന്റെ നേതൃത്വത്തിൽ BRC കോഴിക്കോട് പരിധിയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സർഗോത്സവം സംഘടിപ്പിച്ചു. ഫറോക്ക് നല്ലൂർ ഗവൺമെന്റ് LP സ്കൂളിലാണ് പരിപാടി നടന്നത്. വിഭിന്നശേഷിയുള്ള കുട്ടികളുടെ സർഗോത്സവം കൈവല്യം 2014 വിഷ്ണുപ്രിയ വള്ളിക്കുന്ന് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കളറിംഗ്, ചിത്രരചന, വെജിറ്റബിൾ പ്രിന്റിംഗ്, ക്ലേ മോഡലിംഗ്, ബോൾ പാസിംഗ്, മ്യൂസിക്കൽ ചെയർ, ത്രോ ആൻഡ് ബ്രേക്ക് നടന്നു. സമാപന സമ്മേളനത്തിൽ ഫറോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാളക്കട സരസു അധ്യക്ഷം വഹിച്ചു. കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റീന മുണ്ടേങ്കാട്ട് ഉദ്ഘാടനം ചെയ്തു. ഫറോക്ക് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രജല സ്വാഗതം പറഞ്ഞു. ഫറോക്ക് ഉപജില്ല AEO കൃഷ്ണകുമാർ സമ്മാനദാനം നിർവഹിച്ചു. കോഴിക്കോട് BPO BRC PP സൈദലവി ലോക വികലാംഗ ദിന സന്ദേശം നൽകി. രാമനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NC ഹംസക്കോയ, കടലുണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ശൈലജ, ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുഗതൻ, കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുധർമ്മ, കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൊടവന്ന സരസു, കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ K സുബ്രഹ്മണ്യൻ, KT മുരളീധരൻ, തസ്വീർ ഹസൻ, P ശിവദാസൻ, അബ്ദുൾ റസാഖ്, സുരേഷ് മാസ്റ്റർ, P സരോജിനി, സുബൈർ, PA അസീസ്, P അബ്ദുൾ ഷുക്കൂർ, ബിന്ദു P പേരുളി എന്നിവർ സംസാരിച്ചു. ഇളം കാറ്റിലാടി വരുന്നേ കൂട്ടുകൂടിക്കിടും. മണ്ഡലകാല വിശേഷങ്ങളിലേക്ക്. അയ്യപ്പ ഭജന സംഘത്തിന്റെ മാനാഞ്ചിറ അയ്യപ്പൻ വിളക്ക് മഹോത്സവം ഡിസംബർ 6 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അയ്യപ്പ ഭക്തി ഗാനമാലിക, ലളിത സഹസ്രനാമ ജപം, പാരക്കൊമ്പെഴുന്നള്ളിപ്പ്, കരിമരുന്ന് പ്രയോഗം, ഗാനമേള തുടങ്ങിയവയും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 52ാമത് മാനാഞ്ചിറ അയ്യപ്പൻ വിളക്ക് 6 മുതലക്കുളം മൈതാനത്ത് നടക്കും. മുതലക്കുളം ഭദ്രകാളി ക്ഷേത്ര പരിസരത്ത് സജ്ജമാക്കിയ പ്രത്യേക വേദിയിലാണ് വിളക്കുത്സവം. മലപ്പുറം നെടുവയിലെ ഗോപിസ്വാമി സംഘവുമാണ് വിളക്കുകാർ. വിളക്ക് ദിവസം പുലർച്ചെ 6:30 സൂര്യകാലടി മനയിലെ സൂര്യപരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന മഹാഗണപതി ഹോമവും പ്രത്യക്ഷ ഗണപതി പൂജയുമാണ് ഇത്തവണത്തെ പ്രത്യേകതയെന്നും സംഘാടകരായ കോഴിക്കോട് അയ്യപ്പ ഭജന സംഘത്തിന്റെ പ്രസിഡന്റ് MP പ്രദീപ് കുമാറും ജനറൽ സെക്രട്ടറി രത്നകുമാർ മല്ലിശ്ശേരിയും പറഞ്ഞു. നഗരത്തിന്റെ ഐശ്വര്യത്തിനായാണ് പ്രത്യക്ഷ ഗണപതി ഹോമം സംഘടിപ്പിക്കുന്നത്. 6 പുലർച്ചെ 5:30 ആഘോഷ കമ്മിറ്റി രക്ഷാധികാരി PV ഗംഗാധരൻ പതാക ഉയർത്തും. രാവിലെ 7 ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ നിന്നും കലശം എഴുന്നള്ളിച്ച് പൂജ സ്ഥലത്ത് എത്തിച്ച ശേഷം പ്രതിഷ്ഠയും പൂജയും നടക്കും. രാവിലെ 9 ശ്രീനാരായണ ഭജന സംഘം വനിതാ വിഭാഗത്തിന്റെ ലളിത സഹസ്രനാമാർച്ചനയും ഉണ്ടാകും. ഉച്ചയ്ക്ക് 12 ശ്രീനാരായണ സെൻട്രൽ ഹാളിലാണ് അന്നദാനം. അയ്യപ്പൻ വിളക്കിനോടനുബന്ധിച്ചുള്ള പ്രധാന ചടങ്ങായ പാലക്കൊമ്പെഴുന്നള്ളിപ്പ് തളിക്ഷേത്രത്തിൽ നിന്നും വൈകിട്ട് 5:30 ആരംഭിക്കും. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളായ ഗോപി, കണ്ണൻ, ശേഷാദ്രി, ബൽറാം എന്നിവർ അണിനിരക്കും. പഞ്ചവാദ്യം, ചെണ്ടമേളം, ദേവനൃത്തം, തെയ്യം, അർദ്ധനാരീശ്വരൻ, കർപ്പുരാഴി എന്നിവയോടെയുള്ള എഴുന്നള്ളിപ്പിൽ താലപ്പള്ളി എന്തിയ ബാലികാ ബാലന്മാർ, മാളികപ്പുറങ്ങൾ അയ്യപ്പ ഭക്തർ എന്നിവർ അകമ്പടി സേവിക്കും. ഇനി ക്ഷേത്രവിശേഷങ്ങളിലേക്ക്. പെരുമണ്ണ പുതിയടത്ത് ശ്രീകൃഷ്ണൻ ക്ഷേത്രത്തിൽ ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് കുട്ടികളുടെ ചെണ്ടമേള അരങ്ങേറ്റം നടന്നു. ഗുരുനാഥൻ ഹിതിൻ കണ്ണഞ്ചേരിയുടെ ശിക്ഷണത്തിൽ ചെണ്ട പരിശീലനം ലഭിച്ച 11 കുട്ടികളുടെ അരങ്ങേറ്റമാണ് നടന്നത്. വൈകിട്ട് 7 മുതൽ 8 മണി വരെയായിരുന്നു അരങ്ങേറ്റം. അരങ്ങേറ്റത്തിന് ശേഷം ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ഹിതിൻ കണ്ണഞ്ചേരിക്ക് ഉപഹാരങ്ങൾ നൽകി പൊന്നാടി അണിയിച്ച് ആദരിച്ചു. കായിക വാർത്തകൾ. ഫുട്ബോൾ പ്ലേയേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ നടന്ന ഓൾ കേരള ഇന്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റിൽ ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫറോക്ക് ജേതാക്കളായി. മാങ്കോവ് മിനി സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ കാട്ടിലങ്ങാടി GVHSSനെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഫാറൂഖ് സ്കൂൾ ജേതാക്കളായത്. ഷമീർ, ശ്രാവൺ, സുഹൈൽ എന്നിവരാണ് വിജയികൾക്ക് വേണ്ടി സ്കോർ ചെയ്തത്. ഫാറൂഖ് ഹയർ സെക്കൻഡറിയിലെ ഷബീർ ടൂർണമെന്റിലെ ടോപ്പ് സ്കോററായി. മികച്ച താരമായി കാട്ടിലങ്ങാടിയുടെ ഷാഹിദിനെയും ഭാവി വാഗ്ദാനമായി സാമുദ്രി സ്കൂളിലെ ഇൻസമാമിനെയും മികച്ച ഗോൾ കീപ്പറായി ഫാറൂഖ് ഹയർ സെക്കൻഡറിയിലെ സലാഹുദ്ദീനെയും തെരഞ്ഞെടുത്തു. കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാല വരദൂർ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു.
സമാപന ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് സി ഉമർ അധ്യക്ഷം വഹിച്ചു. അബ്ദുൽ സലാം റിപ്പോർട്ട് അവതരിപ്പിച്ചു. സെക്രട്ടറി കെ വി മുഹമ്മദ് കോയ, കെ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. 15 ദിവസം നീണ്ടുനിന്ന ടൂർണമെന്റിൽ 26 ടീമുകളാണ് പങ്കെടുത്തത്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൌൺസിൽ സമുദായ ദിനാഘോഷം ഈ വർഷം ഡിസംബർ 7-ന് കേരളത്തിലെ 12 രൂപതകൾ സംയുക്തമായി കോഴിക്കോട് സിറ്റി സെന്റ് ജോസഫ് ദേവാലയ അങ്കണത്തിൽ വെച്ച് നടത്തും. പങ്കാളിത്തത്തിലൂടെ ജനോന്മുഖ വികസനം എന്ന വിഷയമാണ് സമുദായ ദിനാചരണത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് ലത്തീൻ കാത്തലിക്ക സഭാ നേതാക്കൾ പറഞ്ഞു. ദിനാഘോഷങ്ങളുടെ ഉദ്ഘാടനം ഡിസംബർ 7-ന് പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് സിറ്റി സെന്റ് ജോസഫ് ദേവാലയത്തിലാണ് പരിപാടികൾ നടക്കുക. KHSTA അക്കാദമിക് കൌൺസിലിന്റെ 15ാം വാർഷിക സമ്മേളനവും അനന്തമൂർത്തി പുരസ്കാര സമർപ്പണവും ഡിസംബർ 6-ന് ശനിയാഴ്ച കോഴിക്കോട് നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മന്ത്രി MK മുനീർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പ്രഥമ അനന്തമൂർത്തി പുരസ്കാരം ഡോക്ടർ B ഇക്ബാലിന് MP വീരേന്ദ്രകുമാർ നൽകും. MK രാഘവൻ MP, A പ്രദീപ്കുമാർ MLA, ഡോക്ടർ ഖദീജ മുന്താസ് തുടങ്ങിയവർ പങ്കെടുക്കും. ഡിസംബർ 6-ന് ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കോഴിക്കോട് KP കേശവമേനോൻ ഹാളിലാണ് പരിപാടികൾ നടക്കുക. സെൻട്രൽ യൂണിവേഴ്സിറ്റി തുടങ്ങിയ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളിൽ ഉന്നത പഠനം ലക്ഷ്യമിടാൻ പ്രാപ്തരായ വിദ്യാർത്ഥികളെ കണ്ടെത്താൻ നടത്തുന്ന ബ്രില്യൻ സ്കോളർഷിപ്പ് ടെസ്റ്റ് ഡിസംബർ 28-ന് രാവിലെ 10 മണിക്ക് സുൽത്താൻ ബത്തേരി ഗ്രീൻ ഹിൽസ് പബ്ലിക് സ്കൂളിൽ നടത്തും. ഈ പരീക്ഷയിലൂടെ യോഗ്യത നേടുന്ന 180 കുട്ടികൾക്ക് സുൽത്താൻ ബത്തേരി ഗ്രീൻ ഹിൽസ് പബ്ലിക് സ്കൂളിലെ റെസിഡൻഷ്യൽ പരിശീലനത്തിന് പ്രവേശനം നൽകും. നിലവിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷാ ഫീസ് ഇല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 0493622018 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണെന്ന് ഗ്രീൻ ഹിൽസ് പബ്ലിക് സ്കൂൾ സാരഥികൾ പറഞ്ഞു. ഡിസംബർ 6, 7, 8 തീയതികളിൽ കൊച്ചിയിൽ നടക്കുന്ന ജം ജ്വല്ലറി ഷോയിൽ എല്ലാ പരമ്പരാഗത ആഭരണ നിർമ്മാണ തൊഴിലാളികളും പങ്കെടുക്കണമെന്ന് ജ്വല്ലറി മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. കാലഘട്ടത്തിനനുസരിച്ച് ആഭരണ നിർമ്മാണ രംഗത്തുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ട് സ്വയം നവീകരിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്നും ജ്വല്ലറി മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർവകലാശാലയുടെ ഭരണം പിടിച്ചെടുക്കാൻ ലീഗ് അടക്കമുള്ള പാർട്ടികൾ ശ്രമിക്കുന്നുവെന്ന് SFI സംസ്ഥാന സെക്രട്ടറി TP ബിനേഷ്. സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് SFI DDE ഓഫീസ് മാർച്ച്. ദേശീയ ആദിവാസി കലാ കരകൗശല മേളയ്ക്ക് കിർത്താഡ്സിൽ തുടക്കം. പ്രദർശനവും മേളയും 5 ദിവസം നീണ്ടു നിൽക്കും. ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും പ്രോത്സാഹനവും നൽകുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.